ഹലോ ഫ്രണ്ട്സ്, മെക്കാഡേന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അപ്പൊ നമ്മൾ കഴിഞ്ഞൊരു 5 വീഡിയോയിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാന്ന് വെച്ചാൽ ഡ്രോ കമാൻഡിനകത്തുള്ള ടൂൾസിനെ കുറിച്ചെല്ലാം ഒന്ന് പരിചയപ്പെട്ടു. എങ്ങനെയാണ് ഡ്രോ കമാൻഡിനുള്ള അകത്തുള്ള ടൂൾസ് എല്ലാം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് നോക്കിയായിരുന്നു. പിന്നെ അതിനുശേഷം മോഡിഫൈ കമാൻഡിനകത്തുള്ള ടൂൾസ് എല്ലാം നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമുക്ക് അതിനകത്ത് ഒരു 3 ടൂളാണ് ബാലൻസ് എന്നത്. അപ്പൊ ആ ടൂൾസ് ഒന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കിയേക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് എറൈസർ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ജസ്റ്റ് ഒരു റെക്ടാങ്കിൾ വരച്ചു. എന്നിട്ട് നമ്മളത് എറൈസ് ചെയ്യാൻ പോകും. എറൈസ് ചെയ്യുമ്പോൾ എന്താവും, എന്റെ റെക്ടാങ്കിൾ ആണ് സെലക്ട് ആവുന്നത് അല്ലെ. അപ്പൊ എന്നിട്ട് നമ്മൾ എൻ്റർ അടിക്കുമ്പോൾ ടോട്ടൽ ആയിട്ട് ആ ഒരു റെക്ടാങ്കിൾ മൊത്തമായിട്ട് എറൈസ് ചെയ്യും. അപ്പൊ നമ്മൾ ലൈൻ ടൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു റെക്ടാങ്കിൾ വരയ്ക്കുന്നെങ്കിലോ നമ്മളൊരു ലൈൻ ടൂൾ യൂസ് ചെയ്തിട്ട് ഒരു റെക്ടാങ്കിൾ വരച്ചു. അപ്പൊ നമ്മളിത് എറേസ് ചെയ്യുമ്പോൾ എന്താവും, ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് നമുക്ക് എറേസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ 2 ലൈൻ വേണമെങ്കിൽ ആ 2 ലൈൻ മാത്രം എറേസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ട്രിം ടൂൾ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്കത് ട്രിം ചെയ്യാം. സോ ഏതാ നമുക്ക് ഏത് ടൂൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ഏത് ടൂളാണ് വേണ്ടത് അത് നമുക്ക് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് എറേസർ ടൂളിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് എക്സ്പ്ലോഡ് പറഞ്ഞൊരു ടൂൾ ഉണ്ട്. അതൊന്ന് നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. അപ്പോ ഈ ഒരു റെക്ടാങ്കിളെ സംബന്ധിച്ച് ഇപ്പോ മൂവ് ടൂൾ യൂസ് ചെയ്ത് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ എന്താവും, ടോട്ടൽ എന്റെ റെക്ടാങ്കിൾ ആണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഇതിനകത്ത് ഈ ഒരു ലൈൻ മാത്രം ഒന്ന് മോഡിഫൈ ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു ലൈൻ മാത്രം എനിക്ക് മോഡിഫൈ ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഈ 4 ലൈൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ ആ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം, എക്സ്പ്ലോഡ് കമാൻഡ് യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്തു, എക്സ്പ്ലോഡ് കമാൻഡ് യൂസ് ചെയ്തു, എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ച ശേഷം എന്തായി, ഇപ്പൊ 4 പാർട്ടായിട്ടാണ് ഇപ്പൊ ഇവിടെയുള്ളത്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തു. അപ്പൊ അടുത്ത ലൈന് നമ്മൾ മൂവ് ചെയ്യാൻ പോകുന്നത് സെലക്ട് ചെയ്തു, എൻ്റർ അടിച്ചു. സോ ആ ക്ലോസ്ഡ് ആയിരിക്കുന്ന റെക്ടാങ്കിൾ എന്തായി, എക്സ്പ്ലോഡ് ആയി. എക്സ്പ്ലോഡ് ആയപ്പോ എന്തായി, 4 പാർട്ടായിട്ട് അത് സെപ്പറേറ്റ് ആയി. അപ്പൊ നമുക്ക് എന്തായി, ഓരോ പാർട്ടിനനുസരിച്ച് നമുക്ക് എന്തൊക്കെയാണ് മോഡിഫിക്കേഷൻ വരുത്തേണ്ടത് നോക്കിയിട്ട് നമുക്കത് ഈസി ആയിട്ട് ചെയ്യാം. ഇതിനാണ് നമ്മൾ എക്സ്പ്ലോഡ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ലാസ്റ്റ് ഒരു കമന്റ് ഉണ്ട്, അതാണ് നമ്മുടെ ഓഫ്സെറ്റ് കമന്റ്. ഓഫ്സെറ്റ് കമന്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോ ഈ ഒരു സർക്കിൾ ഉണ്ട്. ഈ ഒരു സർക്കിളിൽ വന്നിട്ട് എനിക്കൊരു 10 mm ഔട്ട്സൈഡ് ഒരു ഓഫ്സെറ്റോ അല്ലെങ്കിൽ ഒരു ഇൻസൈഡിലേക്ക് ഒരു 10 mm അല്ലെങ്കിൽ 25 mm ഇൻസൈഡിലേക്ക് എനിക്കൊരു സർക്കിൾ വേണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓഫ്സെറ്റ് കമന്റ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് എന്താണോ നമുക്ക് ഡിസൈൻ വേണ്ടത്, അല്ലെങ്കിൽ ഏത് ഡ്രോയിങ് ആണോ നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാൻ പോകുന്നത്, ആ ഡ്രോയിങ് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഓഫ്സെറ്റ് കമാൻഡ് യൂസ് ചെയ്യുക. എന്നിട്ട് എത്രയാണോ ലെങ്ത് കൊടുക്കുക, ഒരു 25 mm അവയാണെങ്കിൽ 25 mm കൊടുക്കുക. അപ്പോൾ 25 mm ഔട്ട്സൈഡ് ആണെങ്കിൽ നമ്മൾ കേഴ്സർ ഔട്ട്സൈഡ് കൊണ്ടുവന്ന് എൻ്റർ അടിക്കുക, ഇല്ലെങ്കിൽ ഇൻസൈഡ് ആണെങ്കിൽ ഇൻസൈഡ് കൊണ്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ 25 mm ഇൻസൈഡിലേക്ക് നമുക്കൊരു സർക്കിൾ കിട്ടും. അപ്പൊ ഇതാണ് ഓഫ്സെറ്റ് കമാൻഡിനെ കുറിച്ച് പറയാൻ. ഇനി നമുക്കറിയാവുന്ന പോലെ അനോട്ടേഷൻസിനെ കുറിച്ചൊന്ന് അനോട്ടേഷൻസ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ടൂളാണ് ഈ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ടെക്സ്റ്റ് ചെയ്യാം. അതില് ഞാൻ ടൈപ്പ് ചെയ്ത് ഹായ് മെക്കാഡി എന്നൊരു വേർഡാണ്. അപ്പൊ ഇതിനകത്ത് ഒരു ഡിസ്റ്റൻസ് ഒക്കെ ലെങ്ത്തും വിഡ്ത്തും നമുക്ക് കൂട്ടി കൊടുക്കാം. ജസ്റ്റ് ഇപ്പൊ ഞാൻ കൊടുത്ത ഹായ് മെക്കാഡി എന്ന് വിളിക്കുന്ന ആ ഒരു ടെക്സ്റ്റ് ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ ഇത് മോഡിഫൈ ചെയ്യണമെങ്കിൽ ജസ്റ്റ് വീണ്ടും സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് എത്രയാണോ ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ കൊടുക്കണം നോക്കിയിട്ട് നമുക്കിത് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ഡയമെൻഷൻസ് ആണ്. ഡയമെൻഷൻസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഡയമെൻഷനിങ് പർപ്പസിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ലൈൻ കാണുമ്പോൾ നമുക്ക് ഡയമെൻഷൻ അറിയണമെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ജസ്റ്റ് ഒരു ഡയമെൻഷൻ ടൂൾ എടുത്ത് നമ്മൾ ഡയമെൻഷൻ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ എന്താ, നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഓട്ടോ ഡയമെൻഷനിങ് കിട്ടും. അപ്പൊ ഇത് വന്നിട്ട് മുമ്പിലെ കൊടുത്തിരിക്കുന്ന ഒരു 583.86 ആണ് നമുക്ക് ഇതിനകത്ത് വരുന്ന ലെങ്ത് വരുന്നത്. ഇനി ഇതിനകത്ത് നമുക്ക് അടുത്തൊരു ഡയമെൻഷനിങ് വേണമെങ്കിൽ ഈ ഒരു ഹൈറ്റും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്താൽ
ഇതിനകത്ത് 289.59. സോ ഡയമെൻഷനിങ് വന്നിട്ട് നമുക്ക് അതുപോലെ തന്നെ നമുക്ക് മോഡിഫിക്കേഷനും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. ഡയമെൻഷനിങ്ങിന്റെ സ്റ്റൈലും അതേപോലെ തന്നെ ഡയമെൻഷന്റെ ലെങ്തും കാര്യങ്ങളെല്ലാം നമുക്ക് മാറ്റണമെങ്കിൽ മാറ്റുകയൊക്കെ ചെയ്യാം. ഓക്കെ, ഇത് എങ്ങോട്ടാ വേണ്ട എന്നൊക്കെ ആണെങ്കിൽ മൂവ് ചെയ്യണമെങ്കിൽ കാണിച്ചെന്ന പോലെ മൂവ് ചെയ്യാം, ഇങ്ങോട്ട് വേണമെങ്കിലും. പിന്നെ അതിന്റെ ലെങ്ത്തും വിഡ്ത്തും മാറ്റണമെന്നുണ്ടെങ്കിലും അങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അധികമാണ് ഇഷ്ടമല്ല. നോക്കിയപ്പോ കറക്റ്റ് ഒരു 25 mm കൊടുത്തപ്പോ എന്തായി, അത്യാവശ്യം വലുതായിട്ട് നമുക്ക് ഡയമെൻഷനും കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആയിട്ട് കാണാൻ പറ്റും. ഇതിനാണ് നമ്മൾ മെയിൻ ആയിട്ട് ഡയമെൻഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡയമെൻഷനിങ് വരുന്നുണ്ട്. അപ്പോൾ ലീനിയർ ഉണ്ട്, അലൈനർ ഉണ്ട്, ആംഗുലർ ഉണ്ട്, ആർക്ക് ഉണ്ട്, റേഡിയസ് ഉണ്ട്, ഡയമീറ്റർ ഉണ്ട്. ഈ ലാസ്റ്റത്തെ രണ്ടെണ്ണം നമ്മൾ അധികമായിട്ട് യൂസ് ചെയ്യത്തില്ല. സോ ഇത്ര ടൈപ്പ് ഓഫ് ഡയമെൻഷനിങ് നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഏതാണോ സൂട്ടബിൾ ആയിട്ടുള്ള ഡയമെൻഷനിങ് സ്റ്റൈല് വന്നിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് അടുത്ത് വരുന്ന ഒരു ടൂളാണ് ലീഡർ എന്ന് പറയുന്നത്. ലീഡർ എന്ന് പറയുന്നൊന്നുമല്ല, നമുക്ക് ജസ്റ്റ് ഒരു ഹൈലൈറ്റിംഗ് പർപ്പസിനായിട്ട് നമുക്ക് എന്തെങ്കിലും സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതൊരു റെക്ടാംഗിൾ ആണ് അല്ലെ, റെക്ടാംഗിൾ എ എന്ന് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ റെക്ടാംഗിൾ എന്ന് കൊടുത്തു. അപ്പോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഈ ലീഡർ യൂസ് ചെയ്യുന്നത്. വേണ്ട, അപ്പോ ഒരു റെക്ടാംഗിൾ എന്ന് അത് നെയിമാണ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ സ്പെസിഫൈ യൂസ് ചെയ്യത്തില്ല. പിന്നെ അടുത്ത് നമുക്ക് വരുന്നത് വന്നിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ടേബിൾ ആണ് വരുന്നത്. അപ്പോ ടേബിൾ കമാൻഡും കൂടെ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ജസ്റ്റ് ഒരു റോസും കോളംസും എല്ലാം കൂടെ എത്രയാണ് നമ്മൾ റോസും കോളെല്ലാം സെലക്ട് ചെയ്ത് അത്രയും നമുക്ക് റോസും കോളംസ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോ നമ്മൾ ഇത്രയും നേരം അനോട്ടേഷൻസിന്റെ ടൂൾസ് എല്ലാം പരിചയപ്പെട്ടു അല്ലെ. അപ്പൊ നമ്മളിപ്പോ ഇതുവരെ ലാസ്റ്റ് ഒരു 4-5 വീഡിയോസിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ ഡ്രോ ടു കമന്റ് ബാറിനകത്തുള്ള ടൂൾസ് എല്ലാം പരിചയപ്പെട്ടു, മോഡിഫൈ കമന്റ് ബാറിനകത്തുള്ള ടൂൾസ് എല്ലാം പരിചയപ്പെട്ടു, ഇന്ന് അനോട്ടേഷൻസും കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത വീഡിയോ ഇട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഡ്രോയിങ്സ് പ്രാക്ടീസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ ഒരു ചെറിയ 2D ഡ്രോയിങ്സ് എടുത്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് പിന്നെ കുറച്ചും കൂടെ വലിയ 2D ഡ്രോയിങ്സ് എല്ലാം നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ അതിൽ തന്നെ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഡയമെൻഷനും കാര്യങ്ങളും പിന്നെ ഈ ടൂൾസ് ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് നോക്കാം. അപ്പൊ ഇത്രയും നേരം എന്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും വളരെയധികം നന്ദി. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ തുടർന്നും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമന്റ്സും കാര്യങ്ങളും എഴുതുക. എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. സോ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം.